ചോദ്യം ഇതാണ്: എന്താണ് മാല, എന്താണ് മൗലിദ്? എന്താണ് മാല, എന്താണ് മൗലിദ്? ഇതിനെപ്പറ്റി എന്തുവാ വിശദീകരിച്ചൊന്ന് പറയാമോ? ഈ മാല, മൗലിദ്, നിസ്കാരം എന്ന് പറയത്തില്ല, അത് എനിക്ക് മാല എന്താണ്, മൗലിദ് എന്താണ്? സാധനം തന്നെ അറിയാവസ്ഥ, ശിർക്കാണോ തൗഹീദാണോ പറയാൻ പറ്റത്തില്ല. സാധനം എന്താണെന്ന് പറഞ്ഞേ. അതെ, ഓക്കെ, വിശദീകരിക്കപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ. സാധനം എന്താണെന്ന് ആദ്യം പറഞ്ഞതാണ്. മാലയുടെ ഇനങ്ങളും വിഭാഗങ്ങളും ഒക്കെ കൃത്യമായി വിശദീകരിക്കപ്പെട്ടതാണ്. ആപ്പിൾ എന്തുവാ, ക്യാരറ്റ് എന്താന്ന് പറഞ്ഞുതരാൻ പറ്റുമല്ലോ. ഓക്കെ, താങ്കൾക്ക് വേണ്ടി, അതേപോലെ വൈകി എത്തിയ ആളുകൾക്കൊക്കെ വേണ്ടി വീണ്ടും അത് പറയാം, കുഴപ്പമില്ല, കാത്തിരുന്നോളൂ. മാല എന്താണ്, മൗലിദ് എന്താണ്, ഈ കിതാബിന്റെ ഉള്ളിൽ എന്തെല്ലാം ഇനങ്ങളുണ്ടോ ഒക്കെ വിശദീകരിക്കപ്പെട്ടതാണ്. ഒരുപക്ഷെ അദ്ദേഹം കേട്ടിട്ടുണ്ടാവില്ല. ഏറ്റവും ബ്രീഫായി ആ കാര്യത്തെ സംബന്ധിച്ച് തീർച്ചയായും ഒരു പ്രതികരണം നമ്മുടെ പാനലിൽ നിന്ന് ലഭിക്കും. നേരത്തെ വിശദമായി തന്നെ സംസാരിച്ചു. എന്താണ് മാല, എന്താണ് മൗലിദ്? ഒരുപക്ഷെ ചോദ്യകർത്താവ് ശ്രദ്ധിച്ചിട്ടതായിരിക്കാം, വൈകി വന്നതായിരിക്കാം. എന്നാലും ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ഞാൻ പറഞ്ഞത്, ഈ കിതാബിൽ പ്രധാനമായും 5 തരത്തിലാണ് മദ്ഹുകൾ എന്ന പേരിൽ ഇവയെ കോർത്തിണക്കിയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് മൗലൂദുകൾ എന്ന ഒരു ഹെഡിങ് ആണ്. മൗലൂദുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പദ്യ ഗദ്യ സമ്മിശ്രമായുള്ള ചില രചനകളാണ്. കുറച്ച് ഭാഗം വായിക്കും, പിന്നെ കുറച്ച് പാടും, പിന്നെയും വായിക്കും, പിന്നെയും പാടും. അതാണ് മൗലിദുകളുടെ ശൈലി. അത് പദ്യ ഗദ്യ സമ്മിശ്രമാണ്. ഈ മൗലിദുകളുടെ കൂട്ടത്തിൽ ഷറഫ് അന മൗലിദ് മുതൽ മൻകൂസ് മൗലിദ് മുതൽ ഇങ്ങോട്ട് ഹിദർ നബിയുടെ മൗലിദ്, സുലൈമാൻ നബിയുടെ മൗലിദ്, അങ്ങനെ തുടങ്ങി പെരുമ്പടപ്പ് പുത്തമ്പള്ളി മൗലിദ്, മമ്പുറം മൗലിദ്, യാഹൂൻ തങ്ങൾ മൗലിദ് അടക്കം അവസാനം CM മൗലിദ് വരെ, കുണ്ടൂര് മൗലിദ് വരെ ഒക്കെ ഈ ഗണത്തിൽ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതാണ് മൗലിദുകൾ. രണ്ടാമത് മാലകളാണ്. മാലകൾ എന്നത് പദ്യരൂപത്തിലാണ്. അറബി മലയാള ലിപിയിൽ രചിക്കപ്പെട്ട ഒരൽപ്പം തമിഴ് ചുവയോടുകൂടി ഉള്ളതാണ് മിക്കവാറും മാലപ്പാട്ടുകൾ. അവ മുഴുവനും പാട്ടുകളായി പദ്യങ്ങളായിട്ടാണ് ഉള്ളത്. അതിൽ മുർസലുമാല മുതൽ അജ്മീർ മാല, മുഹിദ്ദീൻ മാല, റിഫാഴി മാല, മഞ്ഞക്കുളം മാല, മമ്പുറം മാല, സുദ്ദീഖ് മാല, ഫാറൂഖ് മാല, ഉസ്മാൻ മാല തുടങ്ങി നഫീസത്ത് മാലയും ബദലുമാലയും അടക്കമുള്ള 10-35ഓളം മാലകൾ മൗലിദ് കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. ആരെ സംബന്ധിച്ചാണോ ഇങ്ങനെ മാലകൾ രചിക്കുന്നത് അവരുടെ കീർത്തനങ്ങൾ എന്ന പേരിലാണ് അവതരിപ്പിക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മദ്ഹുകളുടെ ചെറിയൊരു അംശം പേരിന് ഉണ്ടെങ്കിലും അതിനേക്കാളേറെ അടിസ്ഥാനമില്ലാത്ത കഥകളും അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വരികളും അവരെക്കുറിച്ച് അമിതമായ വർണ്ണനകളും അതുപോലെ തന്നെ ഷിയാ സ്വാധീനവും ഇവയാണ് ഈ മാലകളിൽ, മൗലിദുകളിൽ അധികവും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ മറ്റൊന്ന് ബെയ്ത്തുകളാണ്. ഇപ്പോൾ വേറെ ചോദ്യമായി വരേണ്ട ആവശ്യമില്ലല്ലോ. മൂന്നാമത് ബെയ്ത്തുകളാണ്. അതും ചില പാട്ടുകൾ തന്നെയാണ്, മാലകളുടെ ആ ശൈലി അല്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിൽപ്പെട്ടതാണ് കുത്തുബിയ്യത്ത് ബെയ്ത്ത്, ബദലിയത്ത് ബെയ്ത്ത്, ബദലിയത്തുൽ ഹംസിയ ബെയ്ത്ത്, ജൽജലൂത്ത് ബെയ്ത്ത് എന്ന് പറഞ്ഞ് ഒരുപാട് ബെയ്ത്തുകൾ അള്ളാഹിന്റെ പേരിൽ, റസൂലിന്റെ പേരിൽ, മഹാന്മാരുടെ പേരിൽ എല്ലാമായി ഉണ്ടാക്കി പ്രചരിപ്പിക്കപ്പെട്ടവ തന്നെയാണ് ബെയ്ത്തുകളും. അതാണ് മൂന്നാമത്തെ ഗണം. 1 മൗലിദ്, 2 മാല, 3 ബെയ്ത്തുകൾ. പിന്നെ 4-മത് റാത്തീബുകളാണ്. നേരത്തെ പറഞ്ഞത് റാത്തീബ് എന്ന ഒരു ത്വരീഖത്തിൽ മുരീദായി വന്ന ആളുകൾ അവർ സ്ഥിരമായി ചൊല്ലാനായി ആ ത്വരീഖത്തിന് ശൈഖ് നിശ്ചയിച്ചു കൊടുക്കുന്ന ചില ദിക്റുകളുടെ സമാഹാരം എന്ന പേരിലാണ് റാത്തീബുകൾ വരുന്നത്. അതിൽ മുഹീദ്ദീൻ റാത്തീബുണ്ട്, അതേപോലെ റിഫായി റാത്തീബുണ്ട്, മഞ്ഞക്കുളം റാത്തീബുണ്ട്. ഇങ്ങനെ ഹദ്ദാദ് റാത്തീബ് വരെയുള്ള നമ്മുടെ നാടുകളിൽ വ്യാപകമായി എല്ലാ ദിവസവും ആലപിച്ചുകൊണ്ടിരിക്കുന്ന ഹദ്ദാദ് റാത്തീബ് അടക്കമുള്ള റാത്തീബുകളും ഇവയാണ് ഈ ഗണത്തിൽ പ്രധാനമായ 4 എണ്ണം. ചോദ്യകർത്താവിന് വ്യക്തമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആവശ്യമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പലതും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ അടുത്ത ചോദ്യകർത്താവിന് കൈമാറാം.